നമസ്കാരം. ഞാൻ ഡോക്ടർ ആരതി, റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ, ആയുർവേദാനി ആയുർവേദ ഹോസ്പിറ്റൽ. ആയുർവേദത്തിലെ ഏറ്റവും ഫലപ്രദമായ ഒരു പ്രീ പ്യൂരിഫിക്കേഷൻ തെറാപ്പി, അതായത് പഞ്ചകർമ്മത്തിന് തൊട്ടു മുന്നോടിയായി ശരീര ശുദ്ധീകരണത്തിന് ചെയ്യുന്ന തെറാപ്പിയാണ് സ്നേഹപാനം. രാവിലെ വെറും വയറ്റിൽ ഔഷധങ്ങളാൽ സംസ്കരിച്ച നെയ്യ് വായ്മൊഴിയായി നൽകുന്നു. രോഗിയുടെ പ്രായം, ഫലം, ദഹനശേഷി, രോഗനിർണയം തുടങ്ങിയവയെ അടിസ്ഥാനപ്പെടുത്തി ഡോസ് നിശ്ചയിക്കാവുന്നതാണ്. 8 മുതൽ 12 ദിവസം വരെ വർദ്ധിച്ചു വരുന്ന അനുപാതികമായ ഡോസിൽ നൽകാവുന്നതാണ്. ദഹനനാളത്തിലെ ഗ്യാസ്ട്രിക് ജ്യൂസ്, അതിൻ്റെ അമിതമായ ഉത്പാദനം ഔഷധ ഗുണമുള്ള നെയ്യ് സേവിച്ചതിനു ശേഷം നിർവികാര്യമാകുന്നു. നെയ്യിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഓരോ പേഷ്യൻറ്റിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്നേഹപാനത്തിൻ്റെ ചികിത്സാ മൂല്യങ്ങൾ എടുക്കുകയാണെങ്കിൽ സോറിയാസിസ്, എക്സിമ പോലുള്ള ത്വക്ക് രോഗങ്ങൾ, പെപ്റ്റിക് അൾസർ, ഡയബറ്റിസ്, സന്ധിവാതം, മൂത്രാശയ തകരാറുകൾ, അതുപോലെ തന്നെ മാനസിക രോഗങ്ങൾ, സ്ട്രെസ്, ആങ്സൈറ്റി, പൈൽസ്, മലബന്ധം, കൂടാതെ ശരീരശക്തി വർദ്ധിപ്പിക്കുന്നതിന്, ശരീരത്തിലെ നിറം വർദ്ധിപ്പിക്കുന്നതിനും, ദഹനശേഷി മെച്ചപ്പെടുത്തുന്നതിനും, ആയുർദൈർഘ്യം മെച്ചപ്പെടുത്തുന്നതിനും വളരെ ഫലപ്രദമാണ്. സ്നേഹപാനം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സ്നേഹപാനം ചെയ്യുന്നതിന് തൊട്ട് മുന്നോടിയായി ഒരു ഡോക്ടർ പേഷ്യൻറ്റിൻ്റെ കൊളസ്ട്രോൾ ലെവൽ അഥവാ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്നേഹപാനം ചെയ്യുന്ന സമയത്ത് വളരെ ലഘുവായതും മിതമായ ആഹാരങ്ങളാണ് ശുപാർശ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പകലുറക്കം, ഒരുപാട് തണുത്ത കാറ്റ് ഏൽക്കുക, അതുപോലെ തന്നെ സൂര്യപ്രകാശം ഏൽക്കുക തുടങ്ങിയവ ഒഴിവാക്കേണ്ടതുണ്ട്. സ്നേഹപാനത്തിന് ശേഷം പഞ്ചകർമ്മ തെറാപ്പികളായ വമനം അഥവാ ഛർദിപ്പിക്കുക, വിരേചനം അഥവാ വയറിളക്കുക, ഇതിൽ ഏതെങ്കിലും ഒന്ന് രോഗത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. സ്നേഹപാനം അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ഗീ ഇൻടേക്ക് തെറാപ്പി ഞങ്ങളിവിടെ ഹോസ്പിറ്റൽ വളരെ കാലങ്ങളായി ചെയ്തു വരുന്ന ഒരു തെറാപ്പി കൂടിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി മുകളിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.